കുണ്ടന്നൂർ തേവരപ്പാലത്തിൽ വീണ്ടും കുഴികൾ രൂപാന്തരപ്പെട്ട് വാഹനങ്ങൾ കുഴിയിൽ വീഴാൻ തുടങ്ങി. കഴിഞ്ഞ 2 ദിവസം പൂർണ്ണമായും അടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്തിയ പാലത്തിലെ ടാറിംഗ് റോഡാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായത്. പാലത്തിലെ റോഡ് തകർന്നതോടുകൂടി വലിയ ഗതാഗതക്കുരുക്കാണ് പാലത്തിൽ അനുഭവിക്കുന്നത്. മരട് നഗരസഭയുടെ ചെയർമാൻ സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നാഷണൽ ഹൈവേയുടെ അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ല. പാലത്തിലെ ടാറിംഗ് തകർന്നതോടുകൂടി ജനകീയ പ്രക്ഷോഭം വ്യാപിച്ചിരിക്കുകയാണ്. കുണ്ടന്നൂർ തേവരപ്പാലം അറ്റകുറ്റപ്പണിയുടെ പേരിൽ നടത്തിയ അഴിമതി അന്വേഷിക്കണമെന്ന് അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2 ദിവസം കുണ്ടന്നൂർ തേവരപ്പാലം പൂർണ്ണമായും അടച്ചിട്ട് നടത്തിയ അറ്റകുറ്റപ്പണികളിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അസംഘടിത തൊഴിലാളി കോൺഗ്രസ് പാലത്തിന് മുകളിൽ പ്രതിഷേധ സമരം നടത്തി. ആവശ്യത്തിന് ടാറും മെറ്റലും ഉപയോഗിക്കാതെ അറ്റകുറ്റപ്പണി നടത്തിയതിൽ പല കുഴികളും ഇപ്പോൾ തന്നെ മോശമായ നിലയിലാണ്. തകർന്ന ചില ഭാഗങ്ങൾ തൊട്ടിട്ട് പോലുമില്ല ടാറ്. ചില കുഴികളിൽ എംസാൻഡ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാലത്തിലെ അറ്റകുറ്റപ്പണി നടത്തിയ പ്രഹസനമായെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അസംഘടിത തൊഴിലാളി കോൺഗ്രസ് സമരത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരം മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി ആശാമ്പ്രമിൽ ഉദ്ഘാടനം ചെയ്തു. നജീബ് താമരക്കുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആന്റണി കളരിക്കൽ, DCC ജനറൽ സെക്രട്ടറി RK സുരേഷ് ബാബു, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി, മരട് മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ പീറ്റർ, മരട് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് CE വിജയൻ, മരട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബേബി പോൾ, തൃപ്പൂണിത്തുറ ബ്ലോക്ക് സെക്രട്ടറി PP സന്തോഷ്, CP ഷാജികുമാർ, ആസ്പിൻ ആന്റണി, ജയ ജോസഫ്, ചന്ദ്രകലാധരൻ, സിബി സൈബർ, മിനി ഷാജി, TM അബ്ബാസ് എന്നിവർ സംസാരിച്ചു.